ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. നമ്മളെല്ലാവരും കരിയർ പെട്ടെന്ന് സെറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. നമുക്ക് ഏറ്റവും എളുപ്പമായി ഈസിയായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന 10 കോഴ്സുകൾ, നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള 10 കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്. മനുഷ്യന്റെ പെരുമാറ്റ രീതിയെയും പരസ്പര ബന്ധങ്ങളിലെ ആശയവിനിമയ രീതികളും സാമൂഹിക ഇടപെടലുകളും വ്യത്യസ്ത സംസ്കാരങ്ങളിലെ ആശയവിനിമയം എന്നിവ കൈകാര്യം ചെയ്യുന്ന അക്കാദമിക് മേഖലയാണ് ഇത്. നമ്പർ 9, ഇൻട്രൊഡക്ഷൻ ടു ഫിലോസഫി. ഇത് അറിവ്, യുക്തി, മനസ്സ്, ഭാഷ, മൂല്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള പൊതുവായതും അടിസ്ഥാനപരവുമായ ചോദ്യങ്ങളുടെ ക്രമീകൃതമായ പഠനമാണ്. നമ്പർ 8, സോഷ്യോളജി. സമൂഹം, മനുഷ്യന്റെ സാമൂഹിക പെരുമാറ്റം, സാമൂഹിക ബന്ധങ്ങളുടെ രീതികൾ, സാമൂഹിക ഇടപെടൽ, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സംസ്കാരത്തിന്റെ വശങ്ങൾ പഠിപ്പിക്കുന്നതാണ് സോഷ്യോളജി. നമ്പർ 7, ക്രിയേറ്റീവ് റൈറ്റിംഗ്. പത്രപ്രവർത്തനം, അക്കാദമിക് അല്ലെങ്കിൽ സാങ്കേതിക സാഹിത്യ രൂപങ്ങളുടെ അപ്പുറത്തേക്ക് മനുഷ്യന് ചെന്നെത്താൻ കഴിയുന്ന രചനയും ഭാവനയുമുള്ള ചിന്താപരമായ എഴുത്തുമാണ് ഇത്. നമ്പർ 6, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. മനുഷ്യരുടെയും മറ്റുള്ളവരുടെയും പെരുമാറ്റം, ചിന്തകൾ, വികാരങ്ങൾ, ഉദ്ദേശങ്ങൾ തുടങ്ങിയ മാനസിക വിഷയങ്ങളാണ് ഇതിന്റെ പഠന മേഖല. നമ്പർ 5, മ്യൂസിക് അപ്രിസിയേഷൻ. സംഗീത രചനയിൽ സൃഷ്ടിപരമായ പ്രക്രിയകളെയും എങ്ങനെ മനസ്സിലാക്കാമെന്നും വിവരിക്കാമെന്നും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംഗീത ശാസ്ത്രത്തിന്റെ വിഭാഗമാണ് ഇത്. നമ്പർ 4, ഫിലിം സ്റ്റഡീസ്. ഒരു കലാരൂപമായും മാധ്യമമായും സിനിമയെക്കുറിച്ചുള്ള വിവിധ സൈദ്ധാന്തിക, ചരിത്ര, വിമർശനാത്മക സമീപനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു അക്കാദമിക് വിഭാഗമാണ് ചലച്ചിത്ര പഠനം. നമ്പർ 3, പബ്ലിക് സ്പീക്കിംഗ്. പൊതുപ്രസംഗം എന്നത് ഒരു പ്രേക്ഷകർക്ക് മുന്നിൽ നടത്തുന്ന പ്രസംഗമാണ്. ചരിത്രത്തിലുടനീളം പൊതുപ്രസംഗത്തിന് സാംസ്കാരികവും മതപരവും രാഷ്ട്രീയവുമായ പ്രാധാന്യമുണ്ട്. നമ്പർ 2, ആർട്ട് അപ്രിസിയേഷൻ. സൗന്ദര്യം, അഭിരുചി, അനുബന്ധ പ്രതിഭാസങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന തത്വചിന്തയുടെ ശാഖയാണ് ഇത്. കലയുടെ സ്വഭാവം, കലാപരമായ സർഗാത്മകത എല്ലാം ഇതിൽ വേണം. നമ്പർ 1, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ലോകമെമ്പാടുമുള്ള സ്കൂളുകളിൽ പ്രാഥമിക, ദ്വിതീയ, ചിലപ്പോൾ തൃതീയ വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്ന ഒരു അക്കാദമിക് വിഷയമാണ് ശാരീരിക വിദ്യാഭ്യാസം. ഇതിനെ പലപ്പോഴും ഫിസിക്കൽ എഡ് അല്ലെങ്കിൽ PE എന്ന് വിളിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കുന്നവർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.